ഇത് ഞങ്ങളുടെ കുപ്പയും മാമും. ഇന്ന് രണ്ടാളും ജീവിച്ചിരിപ്പില്ല. ഇന്ന് കുപ്പയുടെ ആണ്ട് ദിവസമായിരുന്നു. ഗൈസ്, അപ്പം ഇന്ന് നമ്മുടെ താഴെയുള്ള ആൻറ്റിയുടെ ഒരുപാട് ഓർമ്മകളുമായിട്ടുള്ള വീടാണ് ഈ തറവാട്. ഇപ്പോൾ ഈ വീട്ടിൽ ആരും താമസമില്ല. ഇപ്പോൾ അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ആൻറ്റിയുടെ മകളുടെ വീട്ടിലാണ് ഇന്ന്. ആൻറ്റി മരിച്ചിട്ട് 1 വർഷം എത്തുന്ന ദിവസമാണ്. ആൻറ്റിയുടെ മകളുടെ വീടാണ്. അതിൻ്റെ ഏറ്റവും ഫസ്റ്റ് കാണുന്ന വീട് അവരുടെ തറവാടാണ്. അതൊരു 50 വർഷമെങ്കിലും കാലപ്പഴക്കമുണ്ടാവും. ഇത് ആൻറ്റിയുടെ 5 പെൺമക്കളാണ്. അതിൽ 3ാമത്തെ ആളാണ് ഷീജ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ഷീമാട്ടിക്കുട്ടി. പിന്നെ മുഖം തരാതെ ജ്യൂസ് അടിച്ച് മാറ്റി കുടിക്കുന്ന നമ്മുടെ ഷീബക്കുട്ടി. ഇത് നമ്മുടെ മിന്നും താരമാണ്, നമ്മുടെ സജിയക്ക. നമ്മുടെ ആൻറ്റിയുടെ വീട്ടിലെ കാർന്നവരാണ്. ഇത് നമ്മുടെ രാജിക്കുട്ടിയുടെ വീട് കൊമ്പുടിയിലാണ്. പിന്നെ ദേ ഫുഡുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇത് ഒരുപാട് ഓർമ്മകൾ തരുന്ന ഇത് ഇരുമ്പുമുളി മരത്തിന് തന്നെ ഒരുപാട് കഥകളുണ്ട്. എൻ്റെ താഴെയുള്ള ആൻറ്റിയുടെ മീൻകറി, അടിപൊളി മീൻകറിയാണ് ഇരുമ്പുമുളി തരുന്ന കറികൾ. അതെ, ഇത് അവരുടെ വീട്ടിലത്തെ ഒരു ബാത്റൂം ഡോറിൻ്റെ സീനായാലും അത് നല്ല പിക്ചർ, നല്ല കാണാനായിട്ട്. പിന്നെ ഞങ്ങൾക്ക് വളരെ സന്തോഷം തോന്നിയൊരു നിമിഷം എന്താണെന്ന് വെച്ചാൽ, ഈ ഉണ്ണി ഓടി വന്ന് ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ പ്രോഗ്രാം എല്ലാം കാണുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര എൻകറേജ്മെൻ്റ് ആയി. അപ്പോൾ ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി. പിന്നെ ഇത് ഞങ്ങളുടെ ലൈജു ചേച്ചിയാണ്. പിന്നെ ഇത് എൻ്റെ അമ്മ. അപ്പോൾ ഞങ്ങളെല്ലാവരും അത്യാവശ്യം പോയിട്ടുണ്ടായിരുന്നു. എൻ്റെ ഹമീദാണ് എൻ്റെ വൈഫാണ് ലൈജു ചേച്ചി. എൻ്റെ സമീറത്ത, നിത്യവസന്തം എന്ന് പറയും സമീറത്തയെ. രാജിയുടെ മകൾ ഫേസ് ചെയ്യാതോടി രക്ഷപ്പെട്ടു. അപ്പൊ അടുത്ത താരം വന്നു. ഇത് ഞങ്ങളുടെ ശൈലജക്കയാണ്. ആദ്യം തന്നെ രാജിയുടെ മോൾ ഭക്ഷണം കഴിച്ചു തുടങ്ങി. പിന്നെ ചുള്ളന്മാരെല്ലാരും എല്ലാ കർമ്മ പരിപാടികളെല്ലാം കഴിഞ്ഞ് ഭക്ഷണം അടിച്ചിരിക്കുന്ന ഭാഗമാണ് കാണുന്നത്. ഒരു മൈൻഡ് പോലും ഇല്ല അവർക്ക്. എന്തെങ്കിലും ഫുഡ് കഴിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കില്ലല്ലോ. പിന്നെ അവിടുത്തെ ചെച്ച ഫുഡൊക്കെ കഴിച്ച് ആള് വിശ്രമത്തിലേക്ക് പോയി. നല്ല കൂർക്കം വലിച്ചുള്ള ഉറക്കമാണെന്ന് തോന്നുന്നുണ്ട്. ഈ ചുള്ളന ആള് ഗംഭീരനാണ് കേട്ടോ. ആളെല്ലാ സെറ്റപ്പിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ അലിക്കുട്ടൻ ഇവിടെ ഇല്ല, സൗദിയിലാണ്. അവനെ വെട്ടിച്ച് മാറ്റിയിട്ടാണ് മറ്റവൻ പല കാര്യങ്ങളും നടത്തിക്കൊണ്ട് വരുന്നത്. ഇത് നമ്മുടെ സജിയക്കയ്ക്ക് കോവിഡ് സമയത്ത് കിട്ടിയ ഷീൽഡാണ് ഏറ്റവും നല്ല പ്രവർത്തനത്തിൽ. അവിടെ പോയപ്പോഴും എനിക്ക് എൻ്റെ കൂട്ടുകാരെ കിട്ടി. അവിടെ പോയപ്പോഴും ഒരു നായ്ക്കുട്ടിയും കുട്ടിയെയും കണ്ടു. വിശേഷങ്ങളെല്ലാം ഞാൻ പറഞ്ഞു. നമ്മുടെ കൂട്ടുകാരെ എവിടെ ഉണ്ടാവല്ലോ. ഒരു ഹോബിയാണ് ഇങ്ങനെയുള്ള മൃഗങ്ങളെ കാണുമ്പോഴുള്ളത്. അപ്പോൾ നമ്മുടെ നിത്യവസന്തമായ സമീർ അഹമ്മദിനെയും നമ്മുടെ ഹരിത നായകനും കൂടി 2 വീലറിൽ പോക്ക് പറഞ്ഞ് ടാറ്റ പറഞ്ഞ് അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഞങ്ങളുടെ ശൈലജ ചേച്ചിയുടെ വീട്ടിലേക്ക് പോകും. അപ്പോൾ അവിടെ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞ് ഞങ്ങളുടെ ശൈലജക്കയുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അധികം ഇട്ട് ബോറടിപ്പിക്കണ്ടെന്ന് വെച്ചിട്ട് ഞങ്ങളെല്ലാം ചുരുക്കാണ്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ടാറ്റ.